എവ്രി വൺ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് നാളുകളായിട്ട് ഞാൻ ഇടണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ NCC എക്സ്പീരിയൻസിൻ്റെ ഒരു വ്ളോഗാണ്. Q&A വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. NCCയിൽ ചേരാൻ താല്പര്യമുള്ളവരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ NCCൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റും കൂടി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എക്സ്പീരിയൻസ് ഫുള്ളായി പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഡിലേ ആക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ്സ് താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല സംശയവും ഡൗട്ടും ഉണ്ടെങ്കിൽ അതും കൂടി അറിയിക്കണം. ഞാൻ എന്തായാലും കമൻറ്റ്സിലും ഇനി വലിയ ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഡിലേ ആക്കാതെ വീഡിയോയിലേക്ക് പോവാം. എന്ത് പറയുമ്പോഴും നല്ലതുപോലെ പറയണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ NCCൻ്റെ കാര്യങ്ങൾ ഞാൻ A4 ഷീറ്റിൽ ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇരുന്നിട്ട് ഞാൻ ഒന്നും മറക്കാൻ പാടില്ലല്ലോ. എല്ലാ കാര്യങ്ങളും എൻ്റെ NCC എക്സ്പീരിയൻസ് എല്ലാ കാര്യങ്ങളും ഇൻഫോം ചെയ്തിട്ടുള്ളൊരു 2 പേപ്പറുകളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ നല്ലതുപോലെ പറഞ്ഞു തരും. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പിക്ചേഴ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ NCC എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മൾ പോലീസ് യൂണിഫോം എന്നുള്ള രീതിയിൽ നമ്മളതിൽ ഇടാൻ ആഗ്രഹിക്കുന്നൊരു യൂണിഫോമാണ്. പക്ഷെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വെച്ചാൽ അതെങ്ങനെയാണ് ആദ്യം യൂണിഫോമിൻ്റെ ആ ഒരു NCCയിലേക്ക് എങ്ങനെയാണ് എത്തുക, അതേപോലെ തന്നെ ആ ഒരു യൂണിഫോമിൻ്റെ കാര്യത്തിലും അതൊക്കെയാണ് ഒരുപാട് പേർക്കുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ചേരുക, അതിലൊന്നും വിചാരിക്കരുത്. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഞാനും ഇപ്പോൾ NCCയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചേർന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കേൾക്കുന്നതാണ് NCC JRC ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ളത്. അപ്പോൾ 8ാം ക്ലാസ്സിലെത്തി ആ ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണ് ഓരോ ടീച്ചേഴ്സ് ഇപ്പോൾ NCCക്ക് ചാർജുള്ളൊരു ടീച്ചറുണ്ടാവും, JRCക്ക് ചാർജുള്ളൊരു ടീച്ചറുണ്ടാവും, ലിറ്റിൽ കൈറ്റ്സിന് ചാർജുള്ള ടീച്ചറുണ്ടാവും. അങ്ങനെയാണ് ആദ്യമായിട്ട് ലിറ്റിൽ കൈറ്റ്സിന് ചാർജുള്ള ടീച്ചർ വന്നിട്ട് ലിറ്റിൽ കൈറ്റ്സിന് താല്പര്യമുള്ളവർ ഇന്ന ഡേറ്റിലൊരു എക്സാം ഉണ്ട്. അപ്പോൾ അതിന് 10% മാർക്കാണ് കിട്ടുക നിങ്ങൾക്ക് 10th എത്തുമ്പോൾ. അപ്പോൾ താല്പര്യമുള്ളവർ വരണം, 60 പേരെ സെലക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിൽ വന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളെല്ലാവരും ലിറ്റിൽ കൈറ്റ്സിന് പോയി. ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസാണ്. അപ്പോൾ ലിറ്റിൽ കൈറ്റ്സ് ഇപ്പോൾ കമ്പ്യൂട്ടറിനോടൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലിറ്റിൽ കൈറ്റ്സ് ചേർന്നോളൂ. കാര്യം നിങ്ങൾക്കത് വളരെയധികം ഞങ്ങൾക്ക് അതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്കതിലുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മൾ കേൾക്കാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. നമ്മൾ ഈ 8ാം ക്ലാസ് മുതലാണ് IT എന്നുള്ളത് കറക്റ്റ് ഇത് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു IT എക്സാമും കാര്യങ്ങളൊക്കെ ശരിക്കുള്ളത് 8ാം ക്ലാസ് മുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. വന്ന ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിൽ ഇതുവരെ കേൾക്കാത്ത എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാം 30 ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരുന്നു. 60 പേരെയാണ് സെലക്ട് ചെയ്യുക. ഞങ്ങൾ പോയി എക്സാം എഴുതി. ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എവിടേക്കോ എന്തോ ഒരു 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു താല്പര്യമുള്ള കുട്ടികളൊക്കെ ചേർത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലിസ്റ്റിൽ വന്നപ്പോൾ ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ ഗ്യാങ്ങിൽ ഒരു കുട്ടിക്ക് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ലിറ്റിൽ കൈറ്റ്സിന് ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം 60 പേരെ അതിന് സെലക്ട് ചെയ്തു. ആ ഒരു മാർക്കിനനുസരിച്ചാണ് അവരെ ചേർക്കുന്നത്. ഏറ്റവും കുറവ് മാർക്ക് 10 ആയിരുന്നു. 10ന് ഇങ്ങനെ നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ ചെറിയ മാർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ലിറ്റിൽ കൈറ്റ്സിന് കിട്ടിയില്ല. അങ്ങനെ പിന്നെയാണ് NCCക്ക് ചാർജുള്ള ടീച്ചർ വന്നത്. അപ്പോൾ NCCക്കാണെങ്കിൽ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ആർക്കും വലിയ താല്പര്യമില്ല. കാര്യം യൂണിഫോമിൻ്റെ ഒരു കാര്യമാണ്. ആ യൂണിഫോം ഒരു പാൻറ്റ് ടോപ്പ് എന്നുള്ള ആ രീതിയിലാണല്ലോ. അപ്പോൾ ആ യൂണിഫോമിൻ്റെ ഇതിൽ ആർക്കും അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. ഞാനായിരുന്നു എൻ്റെ ഒരു ഗ്യാങ്ങിൽ പോയത്. പിന്നെ എൻ്റെ ക്ലാസ്സിൽ വേറെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. ഇപ്പോൾ NCCയിൽ ചേർന്ന സമയത്ത് നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു ടെസ്റ്റ് നടത്തിയത്. ഇപ്പോൾ ടീച്ചേഴ്സോ കാര്യങ്ങളൊന്നും അല്ല, പുറത്തുള്ള ഒരു ആൾ വന്നിട്ടാണ് നമ്മളെ ഈ ഒരു ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വെയിറ്റ് നോക്കി, നമ്മളിങ്ങനെ ലൈനായി നിർത്തി. എന്നിട്ട് വെയിറ്റ് നോക്കി ആദ്യം തന്നെ. അത്യാവശ്യം കുറച്ച് വെയിറ്റ് വേണം കേട്ടോ. ഈ വെയിറ്റ് ഇല്ലാത്തവരൊന്നും അങ്ങനെ സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ
അത്യാവശ്യം ഒരു 13+, 14+ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒരു വെയിറ്റ് ഉണ്ടല്ലോ. NCCക്ക് അത്യാവശ്യം നല്ല ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് വേണം. അപ്പോൾ വെയിറ്റ് നോക്കി, അതിന് ശേഷം ഹൈറ്റ് നോക്കി. ഹൈറ്റ് അങ്ങനെ അത്ര ഇല്ലെങ്കിലും ഒരു മിനിമം ഒരു ചെറിയൊരു ഹൈറ്റെങ്കിലും വേണം. എനിക്ക് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട്. എനിക്ക് വെയിറ്റ് കയറുന്നവരൊക്കെ ഭയങ്കര ഇത്, കാരണം ഞാൻ അത്ര ഫുഡിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്. എനിക്ക് അത്ര വെയിറ്റും ഇല്ല. പക്ഷെ എങ്കിലും വെയിറ്റും ഇതൊക്കെ ചെക്ക് ചെയ്തു. അതിന് ശേഷം പിന്നെ വെച്ചാൽ ഫിസിക്കൽ ടെസ്റ്റ് ആയിരുന്നു. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഓടായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് പേര് നിർത്തി, ബാക്കിയുള്ളവരോടെ നിർത്തും. കുറച്ച് പേരെ നിർത്തിയിട്ട് അവരെ കൊണ്ട് ഈ ഒരു ഗ്രൗണ്ട് വട്ടത്തിൽ ഒരു പ്രാവശ്യം ഓടി വരണം. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിൽ വരുന്നവരെ അങ്ങനെ ഇരുത്തും. അപ്പോൾ അതിലിപ്പോൾ 3rd ആയാലും 4th ആയാലും 5th ആയാലും സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ 3rd ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരുത്തി. 3rd ഒക്കെ ഇരുത്തി കഴിഞ്ഞ് പിന്നെ അടുത്ത പേരെ അങ്ങനെ റൗണ്ട് ഓടിപ്പിച്ച് കഴിഞ്ഞു. അതിന് ശേഷം ബോയ്സിനെ കൊണ്ട് പുഷപ്പ് എടുപ്പിച്ചു. ഞങ്ങളെ കൊണ്ട് പുഷപ്പല്ല, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒരു ഭാഗത്ത് പോയി തൊട്ട്, പിന്നെ അപ്പുറത്ത് പോയി തൊട്ട്, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതിൻ്റെ പേരൊക്കെ അറിയില്ല കേട്ടോ ഗൈസ്. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ നിൽക്കും ലൈന് പോലെ, എന്നിട്ട് നമ്മൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലത്ത് പോയിട്ട് തൊടും, എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് തൊടും. അങ്ങനെ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ട് തൊടുന്ന ആ ഒരു രീതിയിൽ കണക്കെടുക്കും. എന്നുവെച്ചാൽ ഞാനൊരു അവിടെ ഇവിടെയും ടോട്ടലായിട്ട് 8 പ്രാവശ്യം തൊട്ടു. അങ്ങനെയുള്ളതിൽ അതിൻ്റെ പേരൊക്കറിയില്ല. ഓക്കെ, എന്തായാലും ആ ഒരു ഇതിന്നു നമുക്ക് ഫിസിക്കൽ ടെസ്റ്റായിട്ട് വന്നത്. അതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരെയും അതുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ പോലെ, ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മുടെ പേര്, പിന്നെ നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മാർക്കുകൾ എങ്ങനെയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണോ, അതേപോലെ തന്നെ വല്ല ശബ്ദത്തിന് വല്ല പ്രശ്നമുണ്ടോ, അങ്ങനത്തെ നോക്കി. അങ്ങനത്തെ ചെറിയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ താല്പര്യമുള്ള കുട്ടികൾ വെച്ചൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് വന്നു. അപ്പോൾ ആ ലിസ്റ്റ് ഇട്ട് വന്ന് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഫിസിക്കൽ ടെസ്റ്റിൽ ഏറ്റവും ബാക്കിലായിരുന്ന 8ാം സ്ഥാനത്തുള്ള കുട്ടിയാണെങ്കിലും അവരെയും എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് നല്ല വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൽ വലിയ ഇത് നോക്കണ്ട, എന്ന് വെച്ചിട്ട് ഓടാതെ ഇരിക്കരുത്. അത്യാവശ്യം നല്ലപോലെ ഓടുക. ഇനി നിങ്ങളിപ്പോൾ ഒരു 6ാമത്തെ സ്ഥാനമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അങ്ങനെ എനിക്ക് NCCയിൽ കിട്ടി. അപ്പോൾ എൻ്റെ ഒരു ഗ്യാങ്ങിൽ ഒരു ലിറ്റിൽ ഗൈഡ്സ്, ഒരു NCC, പിന്നെ ബാക്കി 2 പേരുണ്ടായിരുന്നു. അവർ 2 പേരും JRCക്ക് പങ്കെടുത്തു. JRCക്ക് ഇതേപോലെ തന്നെ താല്പര്യമുള്ള കുട്ടികളെ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടു. ആ ക്വസ്റ്റ്യൻസ് ഇവർ പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതി. ഞാൻ സത്യം പറയുകയാണെങ്കിൽ JRCക്ക് പോയവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആർക്കും കിട്ടാതിരുന്നിട്ടില്ല. പോയ എല്ലാ കുട്ടികൾക്കും JRCയിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പഠിച്ച ക്വസ്റ്റ്യൻസാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും മാക്സിമം കൂടുതലും JRC കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളെ NCCയിൽ 40 പേരോളാണ്, 40-60 പേരോളാണ് ഉള്ളത്. എല്ലാത്തിലും 60 പേരോളാട്ടുള്ളത്. അങ്ങനെ എന്നിട്ട് നമ്മുടെ ഈ ഒരു JRC NCC ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ള ആ ഒരു ഇത് കഴിഞ്ഞു, സെലക്ടിങ് കഴിഞ്ഞു. അപ്പം ഞാൻ NCCയിലുണ്ട്. അങ്ങനെയാണ് ഈ ഒരു NCCയിലേക്കുള്ള ആ ഒരു പടിയിലേക്ക് ഞാൻ വന്നത്. അപ്പം ഇതാണ് NCC സെലക്ടിങ് ചെയ്തപ്പോൾ ഉള്ള കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ നമ്മൾ NCCയിൽ സെലക്റ്റായി. അതിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു ദിവസമായിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയിട്ട് മെഡിക്കൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും, ടീച്ചർ എല്ലാ കുട്ടികളും ചേർന്നിട്ട്, എന്ന് വെച്ചാൽ സെലക്ട് ആയിട്ടുള്ള എല്ലാ കുട്ടികളും കൂടിയിട്ട് സ്കൂളിൽ നിന്ന് തന്നെ വന്ന് എല്ലാവരും കൂട്ടിയിട്ട് പുറത്ത് പോയിട്ട് ക്ലിനിക്കിൽ പോയിട്ട് മെഡിക്കൽ ചെയ്തു. അപ്പം മെഡിക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ അതിൽ തന്നെ വെയിറ്റ് നോക്കി, പിന്നെ നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും പേടി. എനിക്കതിന് പിന്നെ വലിയ ഇഞ്ചക്ഷനിലോ അതൊന്നും വലിയ പേടിയില്ലാത്ത ആളാണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ECG ആയിരുന്നു. ഇപ്പോൾ ECGയുടെ പേപ്പർ കിട്ടും. പിന്നെ ഇവർ അത് ചെയ്തിട്ട് അങ്ങനെ സ്കൂൾക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതായിരുന്നു മെഡിക്കൽ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഹൈറ്റ് നോക്കി, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ECG ചെയ്തു. ഈ 3 കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ NCC കഴിഞ്ഞവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ബ്ലഡ് ടെസ്റ്റ്, ഹൈറ്റ് നോക്കി, ECG ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. ഇതൊരു 60 പേരോളം ലൈനായി നിന്നിട്ട് ഓരോരുത്തരുടെ ചെയ്യുമ്പോൾ കുറേ ടൈം എടുത്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ അന്ന് സ്കൂളിൽ പോയിട്ട് പകുതിയോളം ഇതിനായിട്ടായിരുന്നു
ടൈം പോയത്. ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ പിന്നെ ക്ലാസ്സിൽ പോയത്. അപ്പോൾ ഇത്രയും ടൈം ഞങ്ങൾ ഈ മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നു കേട്ടോ. അങ്ങനെ മെഡിക്കലൊക്കെ ചെയ്തു. അതായിരുന്നു NCC സെലക്ട് ആയതിനു ശേഷം ആദ്യമായിട്ട് ചെയ്തത്. മെഡിക്കൽ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ ബോഡി ഓക്കെ അല്ലേ എന്ന് നോക്കലായിരുന്നു ഈ ഒരു മെഡിക്കൽ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. അങ്ങനെ അത് ചെയ്തു. അതിന് മെഡിക്കൽ ചെയ്യുന്നതിന് 200 റുപ്പീസ് ഉണ്ട് കേട്ടോ. ആ 200 റുപ്പീസ് നമ്മൾ അവിടെ കൊടുക്കുകയായിരുന്നു ചെയ്തത്. അല്ലെങ്കിൽ ടീച്ചർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ 200 റുപ്പീസ് ആയിരുന്നു ആ മെഡിക്കൽ ചെയ്യുന്നതിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഈ ഒരു മെഡിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറൊരു ദിവസം നമ്മുടെ ഈ ഒരു നമ്മളിപ്പോൾ ജൂനിയേഴ്സ് ആണെങ്കിൽ ഈ 9th പഠിക്കുന്നവർ സീനിയേഴ്സ് ആണല്ലോ. സീനിയേഴ്സ് വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് സെലക്ട് ആയവരോട് ഒരു പേപ്പർ തന്നു. അപ്പോൾ ആ പേപ്പർ നമ്മൾ അടുത്ത ദിവസം ടീച്ചർക്ക് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അത് എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ്. ആ പേപ്പറിൻ്റെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തേനെ. ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കാം. അങ്ങനെ പിന്നെ ഈ സീനിയേഴ്സ് വന്നിട്ട് ക്ലാസ്സിൽ വന്ന് ഞങ്ങൾക്കൊരു പേപ്പർ തന്നു. അങ്ങനെ പിന്നെ നമ്മൾ പാരൻസിൻ്റെ സൈന് കാര്യങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഒരു പേപ്പറായിരുന്നു. അത് ഫില്ല് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ SBIയുടെ ബാങ്കിൻ്റെ ഒരു പേപ്പറും കൂടി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കൊടുക്കുന്ന ക്യാഷ് NCCയിലുള്ളവർക്ക് ഏറ്റവും ഒരു ബെനഫിറ്റ്സ് ഉള്ളത് ഈ ഒരു കാര്യമായിരിക്കും. കാരണം ചിലപ്പോൾ JRC ആയാലും ലിറ്റിൽ ഗൈറ്റ്സൊക്കെ ആയാലും അവർക്ക് ഈ ഒരു യൂണിഫോമിൻ്റെ ക്യാഷ് അവർ തന്നെ എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. ഞങ്ങളിപ്പോൾ ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ ക്യാഷ് തിരിച്ച് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു SBI ബാങ്കിലേക്ക് നമ്മളിപ്പോൾ കൊടുക്കുന്ന എല്ലാം കൂടി കൂട്ടിയിട്ട് 4000 രൂപ ബാങ്കിലേക്ക് വരും കേട്ടോ. അപ്പം അങ്ങനെ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ SBIയുടെ ഇല്ലാത്തവർ ഓരോരുത്തരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ഭയങ്കര ഒരു പേപ്പറായിരുന്നു. അതിൽ ഒരുപാട് കോളമൊക്കെ ആയിട്ടുള്ള അത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ, സൈഡിൽ കൊടുക്കാം. അപ്പം അതിൻ്റെ ഒരു പേജ് എൻ്റെ കയ്യിലുണ്ട്, ഒരു PDF പോലത്തെ. അപ്പം ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പേപ്പറായിരുന്നു. അതിൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും നമ്മുടെ അതിൻ്റെ പേരും നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളായിരുന്നു. അത് രണ്ടും ഫില്ല് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ ടീച്ചറുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അതായിരുന്നു ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നത്. ഈ ഒരു നമ്മുടെ NCCയുടെ ഫോം എന്നുള്ള രീതിയിൽ ഫില്ലാക്കി കൊടുത്തു. പിന്നെ SBI ബാങ്കിൻ്റെ ഈ ഒരു പേപ്പറും ഫില്ലാക്കി കൊടുത്തു. അത് ഫില്ലാക്കി കൊടുത്തു. പിന്നെ അതിന് ശേഷമാണ് എല്ലാവരെയും വെച്ചിട്ടുള്ളൊരു NCC ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ NCC ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ടീച്ചർ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ അറിയിക്കലായിരുന്നു. പിന്നീട് ഒരു ദിവസം ടീച്ചർ ഗ്രൂപ്പിൽ അറിയിച്ചു നമ്മുടെ ഈ ഒരു NCCയുടെ ട്രാക്ക് ഷൂട്ട് യൂണിഫോം ഇതിൻ്റെയൊക്കെ മെഷർമെൻ്റ് എടുക്കണം. അപ്പോൾ കുട്ടികളിൽ നിന്ന് ഈ ടൈമിൽ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഈ NCCക്കാർക്കായിട്ടൊരു റൂമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സീനിയേഴ്സ് എല്ലാവരും ഷൂവിൻ്റെ സൈസ്, അതുപോലെ യൂണിഫോം ട്രാക്ക് ഷൂട്ടിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ആദ്യം തന്നെ ഷൂ 5, 6, 7 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈസ് ഉണ്ട്. നമ്മൾ ഇട്ട് നോക്കും. എനിക്ക് 5 ആയിരുന്നു സൈസ്. അതിലും ചെറുതുണ്ടെങ്കിൽ എനിക്ക് പാകമാവും. കാര്യം ഈ ഷൂ എന്ന് പറയണത് ഭയങ്കര വലിയ ഷൂ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ അതിൻ്റെ പിക്ചർ. അപ്പോൾ ഭയങ്കര വലിയ ഷൂ ആയതുകൊണ്ട് തന്നെ അത് എന്താണ് ഉള്ളിലേക്ക് കാലിട്ട് ഇനിയും കുറേ സ്ഥലമുണ്ട്. അപ്പോൾ 4000 നമുക്ക് ഇടാം. പക്ഷേ ഏറ്റവും ചെറിയ സൈസാണ് 5. അപ്പോൾ അതായിരുന്നു എൻ്റെ ഷൂവിൻ്റെ സൈസ്. പിന്നെ അതിന് ശേഷം ട്രാക്ക് ഷൂട്ട് ഇട്ട് നോക്കി. നമ്മുടെ ആ ഒരു അപ്പറും അതുപോലെ തന്നെ പാൻറ്റും അതും ഇട്ട് നോക്കി. അതിൻ്റെയും സൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ 28 ആണെങ്കിൽ 28 അങ്ങനെ എഴുതി വെച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ യൂണിഫോമിൻ്റെ സൈസ് അതും എടുത്തിട്ട് അതും എഴുതി വെച്ചു. ഇതൊക്കെയായിരുന്നു ചെയ്തത്. പിന്നെ അന്ന് ആ ഒരു ദിവസം ഇതൊക്കെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു യൂണിഫോമിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തത്. അങ്ങനെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നീട് ഒരു ദിവസം കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടാട്ടോ എന്താണ് ഈ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ടീച്ചർ ഗ്രൂപ്പിൽ അറിയിച്ചു ട്രാക്ക് ഷൂട്ട് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ വന്നിട്ട് അത് വാങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പോൾ കുറച്ച് പേരൊക്കെ ആയിട്ട് ഫ്രണ്ട്സായി. നമ്മൾ അറിയാത്തവരായിരുന്നു. 8 വന്നപ്പോൾ ഒരുപാട് പുതിയ കുട്ടികളൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു NCCയിൽ എത്തിയപ്പോൾ കുറേ പേരൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ നിന്നിരുന്ന ആ ഒരു ബോർഡറിലുള്ള എല്ലാ കുട്ടികളും ചേർന്നിട്ട് അങ്ങനെ ട്രാക്ക് ഷൂട്ടൊക്കെ വാങ്ങാൻ പോയി. അങ്ങനെയായിരുന്നു ട്രാക്ക് ഷൂട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ഒരു ബ്ലൂ ട്രാക്ക് ഷൂട്ടാണ്. അതും ഷൂവും ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത്. അതൊക്കെ കിട്ടി ഞങ്ങൾ വാങ്ങി വീട്ടിൽ ചെന്നു. അത് ഇട്ട് നോക്കി. ആ ഒരു 8 നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഷൂ ആയാലും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഷൂ ലേസ് നന്നായിട്ട് ടൈറ്റായി ഇട്ട് കഴിഞ്ഞാൽ ഷൂവും അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിരുന്നു. അതൊക്കെ വന്ന് വീട്ടിലിട്ട് നോക്കിയപ്പോൾ സത്യത്തിൽ ഒരു വലിയൊരു ഇതായ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ടു.
അതായിരുന്നു. പിന്നെ ഈ ഒരു മെഷർമെൻറ്റ് ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയത് ട്രാക്ക് ഷൂട്ടാണ്. പിന്നെ ആ ഷൂവും അങ്ങനെ അത് വാങ്ങി അത് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ എന്താണ് കറക്റ്റ് ഇല്ലാത്തവർക്ക് അത് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പിന്നെ കറക്റ്റ് ആയതുകൊണ്ട് എനിക്ക് അതൊന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ട്രാക്ക് ഷൂട്ടൊക്കെ വാങ്ങി വീട്ടിൽ വന്നത് ഇട്ടു. പെർഫെക്റ്റ് ആവാത്തവരത് തിരിച്ച് കൊടുത്തു. അതൊക്കെ വാങ്ങി. അതിനുശേഷം വേറൊരു ദിവസം എല്ലാവരെയും കൂട്ടി ടീച്ചർ നമ്മുടെ സ്കൂളിന് അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള യൂണിഫോം ഉണ്ടല്ലോ, ട്രാക്ക് ഷൂട്ട് അല്ലാത്ത യൂണിഫോം കൊണ്ടുള്ള ഒരു ഫോട്ടോ NCCക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ തന്നെ യൂണിഫോം ഇട്ട് കൊടുത്തു. അന്ന് ഞാൻ ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും ലീവ് ആവാത്തവരെല്ലാവരും പോയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഒരു യൂണിഫോം ഇട്ടുള്ള ഒരു ചെറിയൊരു ഹാഫ് ഫോട്ടോ എടുത്തിട്ട് അത് ഗ്രൂപ്പിൽ അയച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ അന്ന് ലീവ് ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ടീച്ചർ ഈ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനന്ന് ലീവ് ആയതുകൊണ്ട് എനിക്ക് പനിയായിട്ട് ലീവ് ആയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞാൻ ആ സ്റ്റുഡിയോയിൽ പോയിട്ട് അത് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് ഞാൻ അയച്ചു. അപ്പോൾ ആ